എടാ പ്രവീണിന്റെ ഒരു കാര്യം മലപ്പുറത്ത് ഒരു കാര്യം ഞാനല്ല ഓ അമ്മ കിടന്ന് ആടി ജസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ആ ഇടിയുടെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ പകൽ രാവിലത്തെ ഒരു അവിടെ നടക്കണ അവിടെ വഴിയൊക്കെ ഉണ്ട് ആൾക്കാരാണ്. ഇവിടെ നല്ല സെറ്റായിട്ട് കുഞ്ഞ് അരുവിയൊക്കെ ഉള്ളത് അരുവി തോടൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നോക്കട്ടെ. നമ്മൾ പോട്ടെ, റിസോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോട്ടെ. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റൂമാണിത്, സെറനിറ്റി സ്പ്രിങ്സിലെ 201. ട്രീ ഹൗസിൽ കയറണം. പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ടോ, കുറേ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി മറ്റവരവിടെ പോയതാണല്ലോ, അവരെ അടുത്തേക്ക് പോട്ടെ. അപ്പോൾ പറയാൻ പറഞ്ഞു എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഇത് നമ്മൾ ഇന്നലെ കാണിച്ചു തന്ന ഗെയിം. ഊഞ്ഞാലുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവിടെ ഇത് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവില്ല, കാരണം അത്രയും നല്ല സെറ്റായിട്ട് ലെയർ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇന്നെടുത്ത ഫുഡ് പൂരി, 2 പൊട്ടറ്റോ വെജ്, ബ്രെഡ് പോളി, പൂരി മസാല. ഞാൻ അത് കഴിഞ്ഞിട്ട് നൂൽപുട്ട് എടുക്കണം വിചാരിക്കുന്നുണ്ട്. ഒരു ചായയും. ഇവിടെ കാറ്റുണ്ട്. ബ്രെഡ് പോളി ചായ മധുരമല്ലേ കുടിച്ചോട്ടെ. പിന്നെ ഞാൻ അവിടെ കണ്ടിട്ട് 2 നൂൽപുട്ടും ചിക്കൻ കറി എടുത്തു. പിന്നെ ബ്രെഡ് പോളി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സായി ആസ് യൂഷ്വൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, സ്വീറ്റ് ലസ്സി, കുക്കുംബർ ജ്യൂസ്, ഡീടോക്സ് വാട്ടർമെലൺ, മിൽക്ക് ഷേക്ക്, മാംഗോ മിൽക്ക് ഷേക്ക്, കുക്കുംബർ ജ്യൂസും ഫ്രൂട്ട്സും എടുക്കട്ടെ. ഇനി സ്വല്പം ഫ്രൂട്ട്സ് കഴിക്കാം. ഞാനൊരു വെറൈറ്റി ആയിട്ട് കുക്കുംബർ ജ്യൂസും എടുത്തു. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, ഹെൽത്തി സാധനം നോക്കിയിട്ട് എടുത്താൽ. ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ച സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്, നല്ല അടിപൊളി വ്യൂ. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ കിച്ചണാണിത്. ഡൈനിങ് ഏരിയ ആണ്. ഇതിലൂടെയാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഇതിലൂടെ ഇറങ്ങിയിട്ട് താഴേക്ക് ഇങ്ങനെ പോകും, ഈ വഴി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങാൻ ഇവിടെ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചോലയാണ്, നീർച്ചോല. നല്ല രസമുണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ വേലി കെട്ടിയിട്ട് തോന്നുന്നു. പക്ഷേ നമുക്കവിടെ ട്രൈ ചെയ്യണം. ആദ്യം ഞങ്ങൾ ജക്കൂസിയിലൊന്ന് പോകും, അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് പോവുള്ളൂ. അങ്ങനെ ഞാൻ ഇതിലാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ ഇതിലാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഞാൻ ഒടുങ്ങിയിരിക്കുന്ന പോലെ ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിടക്കുമ്പോൾ ബുക്ക് എന്തായാലും വേണമെന്ന് നിർബന്ധമാണ്. കാരണം നമ്മൾ സിനിമയിലൊക്കെ കാണുകയാണ് ബുക്ക് എടുത്ത് വായിക്കണം എന്നുള്ളത്. ഇങ്ങനെ കിടന്നിട്ട് അപ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പോയി പൂള് കാണട്ടെ. ഞാൻ പൂള് കണ്ടിട്ടില്ല.
അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടിന് എടുക്കാൻ പോയിരുന്നു. ഞാൻ മേക്കപ്പ് ഇട്ട് കഴിയുന്നു. അപ്പോൾ ഞാൻ പൂളൊന്നും കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ നമ്മൾ പൂളിലേക്കൊന്ന് പോവാം. നമ്മുടെ ഇൻഫിനിറ്റി പൂളാണ്. ഇവിടെ ബോർഡ് എഴുതിയിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി കുഞ്ഞി വില്ല, നല്ല രസമായിട്ടുള്ള. ഈ സമയമായിട്ട് നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല അടിപൊളിയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട് അങ്ങോട്ട്. നമ്മുടെ പൂള് ഇൻഫിനിറ്റി പൂളാണ്. ഇവിടെ ഷവർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നല്ല നീർച്ചാല്, നല്ല അരുവി, നല്ല അടിപൊളി സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ പൂളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ഇൻഫിനിറ്റി പൂളാണ്. പക്ഷെ ഇവിടെ ആരുമില്ല, കാരണം ഉച്ചയായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അവർ സായിയും ജിത്തുബായും പ്രഭിയൊക്കെ വന്നിട്ട് ഒന്ന് കണ്ടുപോയിട്ടുണ്ട്. അവരവരുടെ റിസോർട്ടിൽ പോയിട്ട് പൂളുമ്മ കുളിയും ചാടലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് വന്നതായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞു, ഞങ്ങൾ ജക്കൂസി യൂസ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. നല്ല ഇതിന് മുന്നേ ഞങ്ങൾ വയനാട് താജിൽ പോയപ്പോൾ ജക്കൂസി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിലും നല്ല നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി, നല്ല പതൊക്കെ വന്നിട്ട് നല്ല മസാജിങ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. അപ്പോൾ ആ ജക്കൂസിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പതയിലുള്ള കുളി, ഫോമിലുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ നേരെ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊന്ന് ഒരുങ്ങി ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പോയിട്ട് ഈഡൻ വൂഡ്സ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ കുറച്ച് നിർഭരമായ ഞങ്ങളെ മടക്കയാത്ര. ഇവരപ്പുറത്തായിരുന്നു, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചതാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ലാലേട്ടൻ ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവല്ലേ നമ്മളെ റിസോർട്ടിലെ സ്റ്റേ. അടിപൊളി റിസോർട്ട്. എല്ലാവരും മൂന്നാർ വരികയാണെങ്കിൽ ഇഡൻ വുഡ്സ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. അതെ, ഇഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പാ. നല്ല സ്റ്റേ ആണ്, നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല ഫുഡാണ്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ്, അടിപൊളിയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമ്മൾ എടുക്കാൻ പോകണേ ഉള്ളൂ. നമ്മളെന്തായാലും ചെക്ക് ഔട്ട് ചെയ്തു. ഇതാണ് നമ്മളെ റിസോർട്ട്. ഇവിടെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്. നാട്ടുകാരെ നിങ്ങളെല്ലാവരും കണ്ടോളൂ. നാട്ടുകാരെ കുറ്റം പറയണ മാതിരി ഭയങ്കര എളുപ്പമെന്ന് ചോദിച്ച് പോയതാണ് സായി. ഓനതാ ബസ്സിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണാല്. ഞാനതിന് മുളിക്കാറുണ്ട് മൈക്ക് ഇടണമെങ്കിൽ. മൈക്കൊന്നും ആവശ്യമില്ല, മലപ്പുറത്തേക്ക് കേൾക്കണ്ടോ അവൻ്റെ ശബ്ദം പേടിച്ച് വെച്ച മുള്ളി ഉണ്ടാക്കിയിട്ട്. അവൻ്റെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഇനി എങ്ങനെ അങ്ങോട്ട് തരാ? മൈക്ക് എവിടെയാണ്? ഈ അങ്ങോട്ട് പേടിച്ചോട്. തൂങ്ങിയാണോണ്ട്. ഇപ്പം പേടിച്ച് മടങ്ങി പ്രഭി. മൈക്ക് എവിടെയാണ്? ഷൂ തന്നെ വേണം കേട്ടോ. ചെരുപ്പിട്ടാ പണി പോകും. ഓ ചെരുപ്പിൻ്റെ കാല് പോവും. മറ്റേ കമ്പിയാണത്. ഇവനെ അതിൻ്റെ മുകളിലൊന്നും ഫോൺ വിളിക്കാം.
എടാ പ്രവീണിന്റെ ഒരു കാര്യം മലപ്പുറത്ത് ഒരു കാര്യം ഇവിടെ തന്നെയാണ്. പ്രവി അത് ഊഞ്ഞാനല്ല, ഓ അതിമ്മ കിടന്ന് ആടി കളിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും ബെൽറ്റ് മുതലാവും. കയറല്ലേ ഇതില് കേറാൻ പേടിയായ ആളിതാ സിപ്പ് ലൈനിൽ പോണു. കേറിയാ സിപ്പ് ലൈനില് പോവാ. എനിക്കിതില് പേടിയുണ്ട്, ഞാൻ കേറുന്നില്ല. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ജിത്തുബായി ഇങ്ങനെയാണ് നമ്മൾ പേടിയെ കീഴ്പ്പെടുത്തുന്നത്. കോൺസെൻട്രേഷനിലാണെന്ന്. ആ ചെറുപ്പം ഊരിക്കൊള്ളിതാ. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാണ്, അങ്ങനെ കാര്യമില്ല. ഇവരായി ഇവരുടെ പാടായി. എനിക്ക് കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ ഇതിൽ കയറിയില്ല. ഞാൻ പണ്ട് വയനാട് പോയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അല്ല, അത് പേടിയാണെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ തരില്ല. ഞാനിപ്പോൾ ഇവർ പോകുന്നത് കാണട്ടെ. ഇനിയിപ്പോൾ നമുക്ക് സിപ്പ് ലൈനിൽ കയറാൻ പറ്റും നോക്കട്ടെ. കപ്പിത്താനാണ് ജിത്തുബായി. ഇളങ്കാട്ടില് തേങ്ങാക്കൊല അടിയിൽ നേരത്തെ കണ്ടു. കുളിക്ക് നോക്കാതെ ഇങ്ങോട്ട് നോക്കണോ? കുളിಸಿ പിന്നെ കാണാം. അങ്ങനെ ജയിച്ചു വന്നിരിക്കുന്നു. അയ്യോ വയ്യ. അപ്പോൾ ഇവര് സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. ഞാൻ കയറുന്നില്ല. അങ്ങനെ ഞാൻ സിപ്പ് ലൈൻ എന്ന ആഗ്രഹം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഞാനിവിടെ റെസ്റ്റോറൻറ്റ് അവിടെ വന്നിട്ട് സിപ്പ് ലൈനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഞാനാണ് ഏറ്റെടുത്തേക്ക്. സായിത വരുന്നു അവിടുന്ന്. എന്താ കേട്ടില്ല? ഇതാ വരുന്നുണ്ട് സിപ്ലൈനൊക്കെ കയറിയിട്ട്. അത് ഇവൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ട പറ്റുമോ? അതാ നിന്നോ. അല്ല ഇവിടെ അങ്ങനെ വ്യൂ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു സാധനം. ആണോ? എനിക്ക് കിട്ടിയതില്ല, ഇവനെ തള്ളിട്ടു. റബിസക്കായി മൊബൈൽ കയ്യിലെടുക്കായിരുന്നു. നിങ്ങളെടുത്തില്ല? ഇല്ല, ഞാൻ ചോദിച്ചത് അവിടെ പോയി തട്ടൂല. അപ്പൊ തെറിച്ചാലോ ചോദിച്ചു. അത് ഇവന്റെ ഇത് പോയതുകൊണ്ടാ പറ്റിയത്. പ്രവി വന്നു. പ്രവിക്ക് നമ്മളൊന്നും കണ്ടിട്ട് മനസ്സിലായി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഇവരെ സിപ്പ് ലൈൻ പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മളിനി മുകളിൽ പോണേ. ജസ്റ്റ് ഇഷ്ടപ്പെട്ട ഞാൻ
ആ ഇടീന്റെ വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു. അത് എങ്ങനെ അടിച്ചത് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കൂടി വിളിച്ചു പറഞ്ഞു എന്താ പറ്റി ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഞാൻ ആ പൊരി വെയിലത്ത് റെസ്റ്റോറന്റിന്റെ മുകളിൽ വെയിലത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തിട്ട്. നമ്മള് ടാറ്റ ബൈ ബൈ പറയാണ് ഈ റിസോർട്ടിനോട്. ഇത് ഭയങ്കര ബൈ ബൈ. അപ്പം നമ്മുടെ ഈഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പായിൽ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് അടിക്കാൻ പോട്ടെ. സമയം 2:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് അടിച്ചിട്ട് നേരെ നമ്മൾ വാഗമൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൂന്നാറിലുള്ള ട്രിപ്പിൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പായിലുള്ള സ്റ്റേ അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടുത്തെ ഈ വ്ലോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.